അവളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ശ്രീശൈലം വീട്ടിലേക്ക് ഇനി നമുക്കൊരു മടങ്ങിപ്പോക്കുണ്ടാവില്ല. ഇതുവരെ നമ്മൾ കൈയടക്കി വെച്ചതെല്ലാം ഇപ്പൊ അവളുടെ കയ്യിലാ. അതെല്ലാം തിരിച്ചു പിടിക്കാൻ നമുക്ക് സമയം വേണം. അതുവരെ പത്തി താഴ്ത്തിയിരിക്കുന്നത് തന്നെയാ നല്ലത്. ഓ അത് ശരി. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവള് പറയുന്നെല്ലാം കയ്യും കെട്ടി കേട്ടി നിന്ന് അനുസരിക്കണമെന്നാണ് ഉദ്ദേശം. അതിന് എന്നെ കിട്ടില്ല. അനുസരിക്കാൻ എനിക്കും ഉദ്ദേശമില്ല. അവൾക്ക് മുന്നിൽ നട്ടെല്ല് വളച്ച് നിൽക്കാനും ഞാനില്ല. പകരം അവളുടെ ജീവനും കൂടി എടുക്കാനുള്ള നയവും തന്ത്രവും എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. അച്ഛന്റെ മുറിയാ ഇത്. വാ. ചേച്ചിയമ്മേ, അച്ഛന്റെ ഹാർമോണിയം. അച്ഛൻ ഈ മുറിയിലാണോ ഉറങ്ങിയിരുന്നത്? അതെ ചേച്ചിയമ്മ. അച്ഛന് ചേച്ചിയമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേച്ചിയമ്മ ഞങ്ങളെ നോക്കിക്കോളൂന്നാ ആശുപത്രി വെച്ച് അച്ഛൻ പറഞ്ഞത്. നോക്കും, ചേച്ചിയമ്മ നോക്കിക്കോളാം. മോളെ, ദാ കുടിക്ക്. ആ മുറിക്കകത്ത് കിടന്ന് ചത്തുപോകുന്ന ഞാൻ വിചാരിച്ചത്. ഒടുവില് മോളും കുട്ടികളും വന്ന് വാതില് തുറന്നപ്പോഴാ ജീവൻ നേരെ വീണത്. ഇന്നലെ മുതല് ഒന്നും കഴിച്ചിട്ടില്ല ഈ കുഞ്ഞുങ്ങള്. ആഹാരം എടുത്ത് വെക്ക, ഞാൻ കൊടുക്കാം. വാ മക്കളെ, വാ. കഴിക്കുമോളെ. ചേച്ചിയമ്മ എനിക്കും തരാലോ. ഒരു മനുഷ്യപ്പറ്റും ഇല്ലാത്തവരെ എവിടെയുള്ളവര്. ഇനി മോള് വേണം എല്ലാം ഒന്ന് നേരെയാക്കാൻ. വാസന്തി ചേച്ചി പോയി അവരെ ഞാൻ വിളിക്കുന്നു പറയും. മോള് വന്നതിന്റെ ഞെട്ടല്ല രണ്ടാളും. ഞാൻ പോയി വിളിക്കാം. കാവേരിക്കുട്ടി എന്താ ചേച്ചമ്മ ഇങ്ങനെ നോക്കുന്നേ? ഈ ചേച്ചിയമ്മയെ കാണാൻ എന്ത് ഭംഗിയാ. കാവേരിക്കുട്ടി സുന്ദരിയാ. അപ്പൊ ഞാനോ? നിളമോള് ചേച്ചമ്മയുടെ പഞ്ചാര പുന്നാര ചുന്ദരിയല്ലേ?
ഇവിടെ വന്ന് എന്നോട് ഉത്തരവിടാനേ അവൾ ആരടി? അങ്ങോട്ടൊന്ന് കാണണം പോലും. ഇവിടെ കയറി വന്ന് നമ്മൾ ഭരിക്കാൻ അവൾക്ക് ആരാ അധികാരം കൊടുത്തേ? അതിനുള്ള ഉത്തരവല്ലേ നിന്റെ കവളത്ത് പതിഞ്ഞു കിടക്കുന്നേ? അത് പോരടി കൊച്ചേ. എന്റെ മോളെ തല്ലിയതിലേ നിനക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. അവളെ അങ്ങേറ്റ് പോയി കാണാനും പോലും മതികാലയ്ക്ക് അതിന് മനസ്സില്ലെന്ന് നീ പോയി പറഞ്ഞേക്ക്. വേണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം. പ്രശ്നം തീർന്നില്ലേ? ഇവിടെ നിന്ന് എന്തെങ്കിലും കവർന്നെടുക്കാനോ നിങ്ങളോട് വഴക്കിടാനോ വന്നതല്ല ഞാൻ. നാട് മുഴുവൻ സംബന്ധവും അതിലൊക്കെ മക്കളും ഉണ്ടായിരുന്നു. പാട്ടുകാരൻ ശ്രീനിവാസൻ എന്ന അങ്ങാടിയിലൊക്കെ പാട്ടാ. അവരോടൊന്നും ഉത്തരം പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ആര് പറഞ്ഞു നിങ്ങൾ ഉത്തരം പറയണോന്ന്? മരിക്കും മുമ്പ് എന്റെ അച്ഛൻ ആഗ്രഹിച്ച കാര്യം നടത്തി കൊടുക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കേറി വന്നപ്പോ തന്നെ നീ എന്റെ കാരണം തടിച്ചു. അതെ, നിന്റെ നാക്കിന്റെ ഗുണോ. ഇതുവരെ നിങ്ങൾ ആരും അനുഭവിച്ച സ്വാതന്ത്ര്യങ്ങളൊന്നും കവർന്നെടുക്കാൻ ഞാൻ വരില്ല. ഈ സ്വത്തിൽ ഒരു തരി പോലും ഈ സ്വാതിക്ക് വേണ്ട. എല്ലാം ഈ കുട്ടികൾക്കുള്ളതാ. വാസന്തിയേച്ചി, എന്താ മോളെ? ഈ കുട്ടികളെ നോക്കാനുള്ള പൂർണ്ണ അധികാരം ഞാൻ വാസന്തിയേച്ചിക്ക് തരുക. ഇന്നു മുതൽ ഇവിടെ മറ്റാരുടെയും ഉത്തരവുകൾ വാസന്തിയേച്ചി അനുസരിക്കണ്ട. ഇവിടെ കേറി വന്ന് ഞങ്ങളെ ഭരിക്കാനാണെങ്കിൽ അതൊന്നും നടക്കില്ല. അത് നീ ഓർത്തോ? നടക്കും. അത് നടത്താനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട്. ഈ വീടിന്റെ അധികാരി ഇപ്പൊ ഞാനാ. എന്റെ പേരിലാ ഈ തറവാട് വീടും ശ്രീശൈലവും മറ്റ് സ്വത്തുക്കളും എല്ലാം. 5 മിനിറ്റ് പോലും തികച്ചു വേണ്ട സ്വാതിക്ക് നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് രണ്ടാളും. അപ്പച്ചി ഞങ്ങളെ എപ്പോഴും ചീത്ത പറയും ചേച്ചിയമ്മ. ഈ രാഗേന്ദ്രേച്ചി എന്നെ എപ്പോഴും തലക്കിട്ട് കിഴക്കും. ശ്രീനിയേട്ടന് അസുഖമായി കിടപ്പിലായ അന്നു മുതൽ തുടങ്ങിയതാ ഇവർ ഈ കുട്ടികളെ ദ്രോഹിക്കാൻ. ഇനി അതൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പച്ചി? ദേ, നിന്റെ അനിയത്തിമാരെ വേണമെങ്കിലേ നീ അങ്ങ് സംരക്ഷിച്ചോണം. അല്ലാതെ ഇവളുമാർക്ക് വെള്ളം കോരാനും അരി വെക്കാനും എന്നെയും എന്റെ മോളെയും കിട്ടത്തില്ല. ആ പിന്നെ സുധി, അവൻ ആരാണെന്നേ നീ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അറിയും. സുധി, അവനെ ഇനി ഈ വീട്ടിൽ കാണരുത്. കണ്ടാ പിന്നെ നിങ്ങളുടെ സ്ഥാനം ദാ ആ ഗേറ്റിന് പുറത്തായിരിക്കും. വാസന്തിയേച്ചി, ഇനി അവൻ ഈ കുഞ്ഞുങ്ങളെ തൊട്ടാ അടിച്ചവന്റെ കരണം പൊളിച്ചേക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് ഞാൻ ഏറ്റു മോളെ. സ്വാതി, നീ നിന്റെ ജീവിതം കൊണ്ട് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അത് തന്നെയാ ഞാനിപ്പോ ചെയ്യുന്നത്. ജന്മം തന്ന അച്ഛനോടുള്ള കടം ഞാൻ ഇങ്ങനെ തീർത്തു തുടങ്ങുക എന്റെ ജീവിതം കൊണ്ട്. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം ഇവരെ എന്റെ കൈപിടിച്ച് ഏൽപ്പിക്കാനായിരുന്നു. അച്ഛന്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് മൂത്ത മകൾ എന്ന നിലയിൽ എന്റെ കടമയാണ്. ഞാൻ ഇനി ഇവിടെ വരും. എന്റെ കുട്ടികൾ ഇനി കരയരുത്. അതെനിക്ക് സഹിക്കില്ല. അങ്ങനെ വന്നാ ഞാൻ പ്രതികരിക്കും. ദാ ഇതുപോലെ. അതിനി മതികല അപ്പച്ചി ആയാലും. പാടി.
സ്വാതി ഇത് എവിടെ പോയി കിടക്കുക? ഫോൺ എന്തിനെങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? ഇനി ആ സർജറി ചെയ്ത ഡോക്ടറെ എങ്ങാനും കാണാൻ പോയതായിരിക്കോ? ഈശ്വര, കുഴപ്പമാവോ? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഇനി ഫോൺ ഓഫായിട്ട് വേറെ വല്ല നമ്പറിൽ നിന്ന് വിളിക്കുന്നതാണോ? ഹലോ ഹലോ, സിനിമാ നടൻ നീൽ മകേഷ് അല്ലേ? സ്വാതിയുടെ ഭർത്താവ്? അതെ, നിങ്ങളാരാ? അത് തൽക്കാലം നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഇത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ് മിസ്റ്റർ നീൽ. എന്റെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നോ? എന്ത് പ്രശ്നം? അതൊക്കെ നിങ്ങൾ വഴിയറിയും. പക്ഷെ അതിനു മുമ്പ് സ്വാതിയോട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടരുതെന്ന് പറയണം. പറഞ്ഞു വിലക്കണം. നിങ്ങൾ ആരാ? സ്വാതി നിങ്ങളുമായിട്ട് എന്താ ബന്ധം? ഇതുവരെ ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു പുതിയ ബന്ധം സ്വാതി തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കുടുംബം നശിപ്പിക്കും. നിങ്ങൾ അനാവശ്യം പറയാതെ ഫോൺ വെച്ചിട്ട് പോണം മിസ്റ്റർ. ചൂടാവാതെ മിസ്റ്റർ, ഇതൊരു വാണിംഗ് ആണ്. സ്വാതി ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബമായിരിക്കും. ഇതുപോലെ ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. ഹലോ, എന്താ, മതിയോ? മതി, ഇത്രയും മതി. ഇനി അവിടെ തീ കത്തി തുടങ്ങും. അതോടെ സ്വാതിയുടെ ശല്യവും തീരും. മതി, തൽക്കാലം ഇത്രയും മതി. നോക്കാം ഈ കളി എവിടം വരെ പോകുന്നു. സ്വാതി എന്ത് പണിയായി കാണിക്കുന്നേ? അച്ഛാ, അച്ഛനെല്ലാം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ മക്കളെ ഞാൻ കൈവിടില്ല, ഒരിക്കലും. അച്ഛ, ഞങ്ങളുടെ ചേച്ചിയമ്മ വന്നു. ഇനി ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. ഇനി ഞങ്ങൾ ചേച്ചിയമ്മയുടെ കൂടെയാ. ഞങ്ങൾക്ക് സങ്കടം പറയാനും കരയാനും അല്ല, ഞങ്ങളുടെ ചേച്ചിയമ്മയുണ്ട്. അച്ഛാ, ഇപ്പൊ ഞാൻ പോവാ. ഇവരെ തൽക്കാലം ഒപ്പം കൂട്ടാൻ നിവൃത്തിയില്ല. എങ്കിലും ഇവർക്ക് ഞാനുണ്ട്. മക്കളെ, ഇനി ചേച്ചിയമ്മ പോട്ടെ. ഇനി എപ്പോഴാ ചേച്ചിയമ്മ വരുന്നത്? ഞങ്ങളും ചേച്ചിയമ്മയുടെ കൂടെ വരിക. ചേച്ചിയമ്മ നിങ്ങളെ കൊണ്ടുപോവാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ്. നിങ്ങൾക്ക് എപ്പം കാണണം തോന്നിയാലും ചേച്ചിയമ്മ ഓടിയെത്തും. പോരെ? വാസന്തിച്ചി, ഇവരെ ഞാൻ ചേച്ചിയെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. നോക്കിക്കോണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഉടനെ ഞാൻ എത്തിക്കോളാം. ശരി മോളെ. മക്കളെ, ഇപ്പൊ ചേച്ചിയമ്മ പോട്ടെ. കരയണ്ട, ചേച്ചിയമ്മ വരും. തരണി ചേച്ചിയമ്മ വരും. കരയില്ലേ? പോയിട്ട് വരാം.
സ്വാതി, താൻ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ താൻ? ആരോടും പറയാതെ താൻ എവിടേക്കാ പോയെന്ന്? എടോ, പുറത്തു പോയി താൻ എന്ത് കുഴപ്പമുണ്ടാക്കിയിട്ടാ ഈ വരവ്? ഏട്ടൻ എന്തു പറ്റി? പോകുമ്പോ ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത്. എന്ത് പറഞ്ഞു? എവിടെ പോവാണെന്നോ എന്തിനു പോവാണെന്നോ താൻ ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞോ? അത് ഞാനൊരു അത്യാവശ്യത്തിന്. എന്ത് അത്യാവശ്യം? എന്നോട് പറയാൻ കഴിയാത്ത എന്ത് അത്യാവശ്യം തനിക്കുള്ളത്? സ്വാതി, പറയ്, താനിപ്പോ പോയത് എവിടേക്കാ? ആരെ കാണാനാ പോയത്? താൻ പുറത്തു പോയി ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളുടെ പേരിൽ ദേ എന്നെ ഓരോരുത്തരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ എന്ത് ചെയ്യണം? ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നോ? അതെ, താൻ ആരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഇനി ആവർത്തിച്ച നമ്മുടെ ജീവിതം തകർക്കൊന്നായിരുന്നു അയാളുടെ ഭീഷണി. അത് ചിലപ്പോ അവനായിരിക്കും. ആര്? അല്ല, അത് പറയൂ സ്വാതി, ആരാ അവൻ? അത് ആ കുട്ടികളുടെ. കുട്ടികളുടെയോ? സത്യം പറയൂ സ്വാതി, എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ആരാ? നീ ഏത് കുട്ടികളുടെ കാര്യം പറയുന്നേ? സ്വാതി, പറയാൻ. അത് ആ കുട്ടികളുടെ ബന്ധുവായിരിക്കും ഏട്ടനെ വിളിച്ചത്. ഏത് കുട്ടികളുടെ? അന്ന് ഏട്ടൻ ഫോണിൽ സംസാരിച്ചില്ലേ, നിളയും കാവേരിയും? അവരെ കാണാനാ ഞാൻ പോയത്. അത് എന്തിനാണെന്ന് എനിക്ക് അറിയേണ്ടത്. ആ കുട്ടികളുടെ ജീവിതവും താനുമായിട്ട് എന്താ ബന്ധം? അത് അയാൾ ആ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാ ആ കുട്ടികൾ എന്നെ വിളിച്ചത്. അതുകൊണ്ടാ പെട്ടെന്ന് എനിക്ക് പോയേണ്ടി വന്നത്. അയാളാണോ ഏട്ടനെ വിളിച്ചത്? അതെ, അവരുടെ ജീവിതത്തിൽ താൻ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നാ അയാൾ എന്നോട് പറഞ്ഞത്. സ്വാതി, ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. മറ്റുള്ളവര് ഫോണിൽ വിളിച്ചെന്നെ ഭീഷണിപ്പെടുത്തുന്നത് കേൾക്കുന്നതേ എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അയാളൊരു ദയയില്ലാത്ത മനുഷ്യനാ. ആ കുട്ടികളെ ഉപദ്രവിക്കുന്നത് പതിവാ. വേറെ ആരുമില്ല അവർക്ക്. അങ്ങനെ ബന്ധുക്കളും സ്വന്തക്കാരും ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട് ഈ ലോകത്തിൽ. അവരുടെയൊക്കെ സംരക്ഷണം തന്നെ ആരാ ഏൽപ്പിച്ചത്? ഏട്ടാ, എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കില്ലേ. എല്ലാത്തിനും മറുപടി ഉണ്ട് എനിക്ക്. പക്ഷെ അതെനിക്കിപ്പൊ പറയാൻ കഴിയില്ല. ഞങ്ങളെല്ലാം കേട്ടു. അല്ലെങ്കിലേ ആവശ്യമില്ലാത്തതൊക്കെ തലയിൽ കയറ്റി വെച്ച് വലിയ ആള് ചമയുന്നതാണല്ലോ ശീലം. അതിപ്പോ നാട്ടുകാര് സ്വന്തം ഭർത്താവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന നിലവരെയായി. ഞാൻ കാരണം ഈ വീട്ടിലുള്ള ആർക്കും ഒരു കുഴപ്പം വരില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക്. അതിനെന്താ ഉറപ്പ്? ഏട്ടന്റെ ഫോണിൽ ഇന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയവരെ നാളെയും വിളിക്കില്ലെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഏട്ടാ ക്ഷമിക്കണം. ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഈ വീട്ടിലെ ഗൃഹനാഥയുടെ റോളിലാണല്ലോ സ്വാതി അടുത്തി. പക്ഷേ പലപ്പോഴും ഇതുപോലെ പുറത്തു പോകുന്നതും വരുന്നതും ആരോടും ഒന്നും പറയാതെയാ. ഇവിടെ ഞാനോ ഗൗരിയേച്ചിയോ ഒന്ന് പുറത്തു പോകാൻ എല്ലാരോടും കാര്യവും കാരണങ്ങളും വിശദീകരിക്കണം.
എന്നാ സ്വാതി എടുത്തിക്കോ, ആരോടും ഒരു അക്ഷരം പോലും മിണ്ടണ്ട. ഒരു വീട്ടിലെന്താ 2 നിയമോ?